ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആലോചനാരഹിതനായി ബുദ്ധിശൂന്യനായ ഒരുത്തനെ പോലെ ഇങ്ങനെ ഉരത്തു പറയുന്ന രാവണനോട് ഹിതവും അനുനയവും ചേർന്ന നല്ല വാക്കുകൾ സാരഥി മറുപടിയായി തുടർന്നു. പ്രഭോ, ഭയപ്പെട്ടിട്ടോ അറിവില്ലാനിട്ടോ വൈരിയുടെ അധീനത്തിലായിട്ടോ സ്നേഹമില്ലാനിട്ടോ തെറ്റുപറ്റിയിട്ടോ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാനിട്ടോ ഇങ്ങനെ ചെയ്തതല്ലെന്ന് മനസ്സിലാക്കണേ. നേരെ മറിച്ച് തിരുമേനിയുടെ നന്മയ്ക്കും കീർത്തിക്കും വേണ്ടി സ്നേഹാർദ്ര ചിത്തനായി ഹിതമായ കാര്യം അപ്രിയമെന്ന പോലെ ചെയ്തതാണ്. അന്നദാതാവായ തിരുമേനിയിലുള്ള സ്നേഹഭക്തികളാൽ ആർദ്ര ചിത്തനായ അടിയൻ അവിടുത്തെ പ്രിയവും ഹിതവുമാണ് നോക്കിയിട്ടുള്ളത്. മഹാപ്രഭോ, വെറുമൊരു അനാര്യനെ പോലെ അവിടുന്ന് അടിയനെ കുറ്റപ്പെടുത്തരുതേ. പോർക്കളത്തിൽ നിന്ന് തേർ പിന്തിരിപ്പിക്കുവാനുള്ള കാരണം ഉണർത്തിക്കാം. സമുദ്രത്തിൽ ചേരുന്ന മഹാനദിയുടെ ഒഴുക്കിനെ അലകൾ പിന്നോക്കം മാറ്റിയതുപോലെ അടിയൻ തിരുമേനിയെയും കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകണേ. അത്യുഗ്രമായ പോരിൽ അവിടുത്തേക്ക് തളർച്ച വന്നത് അടിയന് മനസ്സിലായി. വീര്യം കൊണ്ടുള്ള ഭാവം അവിടുത്തെ മുഖത്തിൽ നിന്ന് മറഞ്ഞു. തിരുമേനിക്ക് യുദ്ധത്തിൽ കയറ്റം ചുരുങ്ങി. ഈ പള്ളിത്തേരിലെ കുതിരകൾ ഓടിത്തളർന്ന് വിയർത്ത് മഴയേറ്റ പശുക്കൾ പോലെയായി. ഏതെല്ലാം നിമിത്തങ്ങളാണോ അവിടെ ഉണ്ടായത്, അതിൽ മിക്കതിലും അടിയൻ കണ്ടത് പ്രതികൂലമാണ്. മഹാശക്ത പരാക്രമിയായ പ്രഭോ, ദേശവും കാലവും നിമിത്തവും സാരഥിയുടെ അഭിപ്രായവും അറിയണം. ഉത്സാഹം, മാന്ദ്യം, തളർച്ച, മണ്ണിൻ്റെ പൊക്കം, താഴ്ചാനിരപ്പ്, വിഷമം എന്നിവയും യുദ്ധം ചെയ്യുന്ന കാലം, ശത്രുവിൻ്റെ പഴുത്, അടുത്തു ചെല്ലൽ, അകലത്തേക്ക് ഒഴിയൽ, നിൽക്കൽ, പിന്തിരിഞ്ഞു മാറൽ എന്നിവയും രഥത്തിലേറിയ അശ്വങ്ങളെ തെളിക്കുന്നവന് അറിയണം. അല്പം വിശ്രമം തിരുമേനിക്ക് വേണം. ഈ തേർ കുതിരകളുടെ കടും തളർച്ച തീരണം. ഇതിനു തക്ക കൃത്യമാണ് അടിയൻ ചെയ്തത്. താനോനിത്തമാണ് അടിയൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയരുതേ. തിരുമേനിയിലുള്ള അപാര സ്നേഹം കൊണ്ട് മാത്രം തേരൊന്ന് പിന്മാറ്റി നിർത്തി. തമ്പുരാനെ, ഏതൊന്നു തന്നെയും അവിടുന്ന് ആജ്ഞാപിച്ചാൽ അതേപോലെ ചെയ്യുന്നവനാണ് ഈ ഭൃത്യൻ. അടിയൻ്റെ കടം വീട്ടുന്നതിനുള്ള ഏതൊന്നും ചെയ്യാൻ തയ്യാറാണ്. വേണ്ടത് കൽപ്പിച്ചാലും. സാരഥിയുടെ മറുപടി രാവണനെ അതിരറ്റ് ആനന്ദിപ്പിച്ചു. രണോത്സുകനായ രക്ഷോവരൻ സൂതനെ പലതരത്തിലും ശ്ലാഘിച്ച് തുടർന്നു. ഹേ സാരഥി, അതിവേഗത്തിൽ തേർ തെളിക്കൂ. ഉടനെ രാമന്റെ അടുത്തെത്തണം. യുദ്ധത്തിൽ ശത്രുക്കളെ നിശേഷം നിഗ്രഹിക്കാതെ ഈ രാവണൻ പിന്മാറുകയില്ല. സന്തോഷത്തെ വ്യക്തമാക്കത്തക്ക വിധം അമൂല്യമായൊരു ഹസ്താഭരണം രാക്ഷസേശ്വരൻ സൂതന് സമ്മാനിച്ചു. രാവണ നിർദ്ദേശമനുസരിച്ച് തേരാളി രഥം പിന്തിരിച്ച് തെളിച്ചു. വായുവേഗത്തിൽ കുതിരകൾ കുതിച്ചു. നിശാചരേന്ദ്രന്റെ ദിവ്യരഥം അല്പസമയത്തിനുള്ളിൽ യുദ്ധകളത്തിൽ പടയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പുരോഭാഗത്തെത്തി. ശ്രീരാമസ്വാമി പൊരുതി അല്പമൊന്ന് തളർന്ന് ചിന്തയോടെ നിൽക്കുന്നതും രാവണൻ ആലസ്യം തീർന്ന യുദ്ധസന്നദ്ധനായി മുന്നിൽ അടുത്തതും അമ്പരചാരികളായ ദേവന്മാർ കണ്ടു. ഭഗവാൻ അഗസ്ത്യൻ പെട്ടെന്ന് മഹാപ്രഭു സമീപത്തിൽ ചെന്ന് ഇങ്ങനെ അരുളി ചെയ്തു. ശ്രീരാമ, മഹാബാഹുവായ രാമ, സനാതനവും അത്യന്ത രഹസ്യവുമായതിനെ കേൾക്കൂ. ഉണ്ണി സർവശത്രു വിനാശകമാണിത്. അരികളെയെല്ലാം ഈ യുദ്ധത്തിൽ ഉണ്ണിക്ക് വിജയിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും. സകല രിപുനാശകവും പുണ്യസംവർദ്ധകവും ജയപ്രദവും ഏറ്റവും അധികം ശുഭവും അനശ്വരവുമായ ആദിത്യ ഹൃദയം നിത്യവും ജപിക്കൂ. സർവമംഗളങ്ങളെയും വർദ്ധിപ്പിക്കുന്നതും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും ചിന്തയെയും ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതും ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും ഉത്തമോത്തമമായ ആദിത്യ ഹൃദയം കേൾക്കൂ. തേജസ്സേറിയ രശ്മികളോട് കൂടിയവനും ദിനം പ്രതി ഉദിക്കുന്നവനും ദേവാസുരന്മാർ ഏവരും നമസ്കരിക്കുന്നവനും സ്വകിരണങ്ങളാൽ അത്യുജ്വലനും സകല ലോകങ്ങളുടെയും ഈശ്വരനുമായ ഭാസ്കരനെ പൂജിക്കൂ. സർവദേവാത്മകനായ ഈ തേജസ്വി രശ്മി ഭാവനനാണ്. അറിയേണ്ടത് എന്തോ അത് വ്യക്തമാക്കുന്ന സത്യകിരണങ്ങളാൽ ദേവാസുര വൃന്ദങ്ങളെ സദാ രക്ഷിക്കുന്നത് മറ്റാരുമല്ല, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, പ്രജാപതി, മഹേന്ദ്രൻ, ധനധൻ, കാലം, യമൻ, ചന്ദ്രൻ, വരുണൻ, പിതൃക്കൾ, വസുക്കൾ, സാധ്യന്മാർ, മരുത്തുക്കൾ, അശ്വിനി ദേവതകൾ, മനുക്കൾ, വായു, അഗ്നി, പ്രജകളുടെ മുഴുവൻ പ്രാണൻ, ഋതുകർത്താവ്, പ്രഭാകരൻ, ആദിത്യൻ, സവിതാവ്, സൂര്യൻ, ഖഗൻ, പൂഷാവ്, ഗപസ്തിമാൻ, സുവർണ സദൃശൻ, ഭാനു, ഹിരണ്യരേതസ്, ദിവാകരൻ, ഹരിദശ്വൻ, സഹസ്രരശ്മി, സപ്തസപ്തി, രശ്മിമാൻ, അന്ധകാരനാശകൻ, ശംഭു, ത്വഷ്ടാവ്, മാർത്താണ്ഡൻ, അംശുമാൻ, ഹിരണ്യഗർഭൻ, ശിശിരൻ, തപനൻ, ഭാസ്കരൻ, രവി, അഗ്നിഗർഭൻ, ആദിത്യപുത്രൻ, ശംഖൻ,
ശിശിരനാശനൻ, വ്യോമനാഥൻ, തമോഭേദി, ഋക് യജൂസ് സാമാതി ത്രിവേദപാരംഗതൻ, ഘനവൃഷ്ടി മേഘമിത്രം, വിന്ധ്യമാർഗപ്ലവങ്കമൻ, ആതപകർത്താവ്, മണ്ഡലി, മൃത്യു, പിങ്ങളൻ, സർവതാപനൻ, കവി, വിശ്വൻ, മഹാതേജോധാമം, രക്തൻ, സർവഭവോദ്ഭവൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, താരങ്ങൾ എന്നിവയുടെ അധിപൻ, വിശ്വഭാപനൻ, സർവതേജസ്സുകളെയും പ്രദാനം ചെയ്യുന്ന തേജസ്വി, ദ്വാദശ രൂപമാർന്ന ഭവാൻ. പ്രഭോ, അവിടത്തേക്ക് സാഷ്ടാംഗ നമസ്കാരം. അല്ലയോ ആദിത്യ ഭഗവാനെ, അവിടുന്ന് പ്രത്യക്ഷനായി തീരുന്ന ഉദയാദ്രിക്ക് വിനീത നമസ്കാരം. അവിടുന്ന് തിരോധാനം ചെയ്യുന്ന അസ്തമന പർവ്വതത്തിന് വിനീത നമസ്കാരം. സകല തേജോഗോളങ്ങളുടെയും അധിപനായ ദിനപതിക്ക് വിനീത നമസ്കാരം. ജയസ്വരൂപനും ജയമംഗളകാരനും പച്ചവർണ്ണ കുതിരകളോട് കൂടിയവനുമായ അവിടുത്തെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. സഹസ്രകിരണന് നമസ്കാരം, നമസ്കാരം. ആദിത്യദേവന് നമസ്കാരം, നമസ്കാരം. ഉഗ്രനും വീരനും നാനാവർണ്ണ വിചിത്ര രൂപനുമായ ഭഗവാനെ, അവിടുത്തേക്ക് സാഷ്ടാംഗ നമസ്കാരം. ഉത്തമ പുഷ്പമായ താമരപ്പൂവിനെ ഉണർത്തുന്നവനും മാർത്താണ്ഡനുമായ അവിടുത്തേക്ക് സവിനീത നമസ്കാരം. ബ്രഹ്മേശ, അച്യുതേശ നമസ്കാരം. സൂര്യനായിക്കൊണ്ട്, ആദിത്യ ഭാസിനായിക്കൊണ്ട്, ചണ്ഡകിരണനായിക്കൊണ്ട്, സർവഭക്ഷകനായിക്കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം. രുദ്രസ്വരൂപമാർന്ന അവിടുത്തേക്ക് വിനീത നമസ്കാരം. അന്ധകാരനാശക, ഹിമനാശക, ശത്രുഘ്ന, അമേയാത്മാവേ, കൃതജ്ഞനാശക, സർവജ്യോതിസ്സുകൾക്കും നാഥനായ ദേവ, അവിടുത്തേക്ക് വിനീതമായ സാഷ്ടാംഗ നമസ്കാരം. കനലിലിട്ട കനകം പോലെ രശ്മിയുള്ളവനെ, അഗ്നിസ്വരൂപനെ, വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നവനെ, അനശ്വര സത്വത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയാർന്നവനെ, അന്ധകാരനാശകനെ, ലോകത്തിലുള്ള സർവത്തിനും സാക്ഷിയായിട്ടുള്ളവനെ, അവിടുത്തെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ മുടിക്കുന്നത് അവിടുന്നാണ്. സൃഷ്ടിക്കുന്നതും മറ്റാരുമല്ല. രശ്മിജാലങ്ങളാൽ ചൂട് നൽകുന്നു, വരട്ടുന്നു, വർഷിക്കുന്നു. നിദ്രാധീനരായ ജീവജാലങ്ങളുടെ അകത്ത് ഉണർന്നിരിക്കുന്നത് അവിടുന്നല്ലാതെ മറ്റാരുമല്ല. അവിടുന്നാണ് അഗ്നിഹോത്രം. അവിടുന്ന് തന്നെയാണ് അഗ്നിഹോത്രാദികളുടെ ഫലവും. വേദങ്ങളും യജ്ഞങ്ങളും ഭഗവാനാണ്. യജ്ഞഫലങ്ങളും മറ്റാരുമല്ല. ഈ ലോകത്തിലുള്ള സർവകർമ്മങ്ങളുടെയും ഉത്ഭവസ്ഥാനം ആദിത്യ ഭഗവാനായ അവിടുന്നാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.